guys, welcome back to Talks on Reality. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേറെ കുറവുകളൊന്നുമില്ല, ഇച്ചിരി കുത്തിക്കഴപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫൈനാണ്. സോ നമുക്ക് ബാക്കി പറ, കയ്യിൽ പോയി. സോ ഗൈസ്, ഇതുവരെയായിട്ട് എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ ഒരു 1300 സബ്സ്ക്രൈബേഴ്സോളം ആയിട്ടുണ്ട്. അതിലും ഞാൻ വളരെയധികം കൃതജ്ഞത എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയും നന്ദി. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് ആർക്കെങ്കിലും ഊഹമുണ്ടോ? ഊഹാപോഹം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഞാൻ തന്നെ പറയേണ്ടി വരുമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു നാട്ടുനടപ്പ്. ഏത് സോ ഇന്ന് ഞാൻ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും അറിയാവോ? വേറൊന്നുമില്ല, തീറ്റി. ഇപ്പൊ എന്റെ മെയിൻ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങാം, പിന്നെ ഇടയ്ക്ക് ഫോൺ തോണ്ടുക. ഇത് തന്നെയാണ് എന്റെ ഡെയിലി റൊട്ടീൻ. എന്ത് സുഖമെന്ന് അറിയാവോ? പണ്ടൊക്കെ ഞാൻ എന്ത് കൊതിച്ചിട്ടുണ്ടെന്നറിയാം, ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് ഫോണൊക്കെ തോണ്ടി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് തിന്ന് ഉറങ്ങി ഫോണൊക്കെ തോണ്ടിയിരിക്കുക, അല്ലെ TV ഒക്കെ കണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ. എനിക്കിപ്പോ കുറച്ച് നാളായിട്ട് ആ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിന്റെ ഒരു സുഖം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അടങ്ങിയിരിക്കുന്നതിന് ഇഷ്ടമല്ല. സോ ഞാനിക്കത് ബോറടിക്കുന്നുമുണ്ട്. സോ ഇന്നത്തെ അൺബോക്സിങ് നമുക്ക് നോക്കാം. വരും, എന്ത് സാധനവും നമുക്ക് നോക്കിത്തരാം. വാ ഇതാണ് ഗൈസ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം. ഇത് ഞാനിങ്ങനെ ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഗേൾസ് എല്ലാവർക്കും ഉള്ളതാണല്ലോ ഒരു ക്രേവിങ്സ് സംഭവം. അതിനൊരു പേരും കൂടെ, കൊതിക്കൊരു പേര്, മൂഡ് സ്വിങ്സ്, എന്താണ് ക്രേവിങ്സ്, എന്തൊക്കെയോ പേരിട്ട് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും അതിനെയൊക്കെ അങ്ങ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞ് എനിക്ക് ജിലേബി തിന്നാൻ തോന്നുന്നു. എനിക്ക് നാട്ടിൽ വന്നിട്ട് കുറെ പ്ലാൻസ് ഒക്കെ ആയിരുന്നു. അവിടെ പോകണം, ഇവിടെ പോകണം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, ട്രാവൽ ചെയ്യണം, വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പിലൊക്കെയാണ് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത് അതേപോലെ തന്നെ ഞാൻ ലാൻഡായി. വന്ന് ഒരാഴ്ചക്കകത്ത് ആക്സിഡന്റ് ആയി, ഞാൻ സൈഡായി. സോ അപ്പൊ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു, എനിക്ക് ജിലേബി കഴിക്കണമെന്നൊക്കെ പറഞ്ഞ്. വികാസ് ബാബു സ്വീറ്റ്സിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് വാചാലമായി വായിന്നൊക്കെ ഈത്തലൊക്കെ ഒലിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരനും തോന്നി എനിക്ക് ഓർഡർ ചെയ്തെന്ന്. ഇത് അങ്ങ് സർജൽ ഇടുന്നോണ്ട് ഓർഡർ ചെയ്ത് ഇങ്ങ് വന്ന സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഫയല് മുന്നിൽ എനിക്ക് പിടി ഗഫൂർക്ക ദോസ്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാൻ കൂടുതലൊന്നും പ്ലാൻ അടിക്കുന്നില്ല. എനിക്കും ഒരു ത്വര എന്തോന്നറിയാൻ ഇതിനകത്ത് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ മണ്ടേന്റെ ബില്ലിൽ. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇനിയിപ്പോ സാധനം കയ്യിൽ കിട്ടിയിട്ട് ബില്ല് നോക്കിക്കൊണ്ടിരിക്കാൻ തലക്ക് ഓളമില്ല. ഇങ്ങോട്ട് തുറക്കുന്നേ തറയെ പോയായിരുന്നു അറിയായിരുന്നു. എല്ലാം കൂടെ ആക്രമണം കാണിച്ചിട്ട് കൗതുക ലേശം കൂടുതലാണ്. എന്ത് ചെയ്യാനാ? പ്രായത്തിന്റെ ആയിരിക്കും, പ്രായം കൂടി വരുന്നതിന്റെയാ. എന്തുപോലെ ബേക്കറി മൊത്തം ഉണ്ടെന്ന് തോന്നേ. അബദ്ധത്തിനൊരിക്കൽ ഞാൻ പറഞ്ഞു എനിക്ക് മുട്ട പപ്സ് ഇഷ്ടമാണ്. പുള്ളിനോട് വാ തുറക്കാൻ പറ്റത്തില്ല, എനിക്കൊരു സാധനം ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തീറ്റിച്ച് ആ സാധനം നമ്മൾ വെറുക്കും, അതുവരെ തീറ്റിക്കും. പക്ഷെ സ്നേഹമുള്ള വ്യക്തിയാണ് കേട്ടോ. പപ്സ് ഇഷ്ടമാണെന്നാ പറഞ്ഞിരുന്നു, മുട്ട പപ്സ്. പണ്ട് നമ്മുടെ ഒരു വികാരമായിരുന്നു, നമ്മുടെ ദേശീയ ഭക്ഷണമായിരുന്നു പപ്സ്. അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 90s കിഡ്സിന്റെ ഒരു മെയിൻ സാധനമായിരുന്നു പപ്സ്. പുറത്ത് ഫാമിലിയുടെ കൂടെ വെളിയിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റാണ് പപ്സും ഡ്രിങ്ക്സും. 10 രൂപയ്ക്ക്, അന്ന് 10-12 രൂപ ഉള്ളു പപ്സ്. അല്ല, അന്ന് 10 രൂപ ഉള്ളൂ. ഇപ്പോഴാണ് റേറ്റ് ഒക്കെ കൂടിയത്. അന്ന് 10 രൂപ പപ്സ്, 10 രൂപ ഡ്രിങ്ക്സ്, 20 രൂപ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും പപ്സും ചായയോ അല്ലെങ്കിൽ പപ്സും ഡ്രിങ്ക്സും അല്ലെങ്കിൽ പപ്സും നാരങ്ങയോ ഉള്ളൂ അല്ലേ? തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ മോഞ്ചി വെള്ളം. അപ്പൊ ഇതായിരുന്നു അന്നത്തെ കാലത്ത്, അതായത് നമ്മളൊരു 8ലും 10ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതായിരുന്നു മെയിൻ ഐറ്റം. ഇപ്പോഴും അതിന് വലിയ മാനഭംഗോ പ്രൗഢിയൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും പപ്സ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. പണ്ടൊക്കെ പിന്നെ പപ്സിൽ ഫുള്ള് മുട്ട ഉണ്ടായിരുന്നു. ഇപ്പൊ മുട്ടയുടെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു പരാതി മാത്രമേ എനിക്കുള്ളൂ. ആ പരാതി നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയാം, കുറച്ച് കള്ളന്മാര്. സോ ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്ത വൺ ഓഫ് മൈ ഫേവറേറ്റ് സാധനം അച്ചപ്പം. ഇതും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ അച്ചപ്പം കഴിക്കാനൊന്നും കൊതിയായിരുന്നു കേട്ടോ. ദുബായി പോയി നിന്നപ്പോൾ ഈ സാധനം ഒന്നും അവിടെ കിട്ടാനില്ലായിരുന്നു. കടയിലൊന്നും അധികം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് വാങ്ങിക്കാനില്ല. പക്ഷെ അവിടുത്തെ വാങ്ങിച്ച് കഴിച്ചാൽ നമുക്കൊരു നാട്ടിലെ ടേസ്റ്റ് കിട്ടത്തില്ല. ഏതാ നമ്മുടെ നാട്ടിലെ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് നാട്ടിൽ നിന്ന് തന്നെ കഴിക്കണം.
അങ്ങനെ ഈ ഫുഡിന്റെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുബായി നിൽക്കുന്ന സമയത്ത് നാടിനെ മിസ് ചെയ്തിട്ടുള്ളത്. സീരിയസ് ആയിട്ട് പറയണം കേട്ടോ. നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും ചോറും സാമ്പാറും കാര്യങ്ങളും ഒക്കെ അവിടെയൊക്കെ അതെല്ലാം കിട്ടും. കടകളിൽ നമ്മുടെ നാടൻ കേരള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് കഴിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരത്തില്ല. നമ്മുടെ നാട്ടിൽ അത് ഇപ്പൊ നാട്ടിൽ തന്നെ ആണെങ്കിൽ എനിക്ക് നാട്ടിലെ കടകളിൽ നിന്നെല്ലാം കഴിച്ചാലൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഏതെങ്കിലും അമ്മമാര് വെച്ച് വിളമ്പി തരണം എങ്കിലേ എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. പിന്നെ ദൈവം സഹായിച്ച് എന്റെ അമ്മ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടംപോലെ അമ്മമാരെ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട്. ലവ് യു ഗോഡ്. സോ ഇത് അച്ചപ്പം 1.2 പാക്കറ്റ്. അടുത്തത് ഒരെണ്ണം പൊടിഞ്ഞു, ഒരെണ്ണം പൊടിയാതെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്റെ പൊന്നെ, എന്റെ ജീവനായ മിച്ചർ. ഐ ലവ് യു മുട്ടേ. ഞാൻ ഭയങ്കര മിച്ചർ ഭ്രാന്തിയാണ് കേട്ടോ. മിച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. പണ്ട് തൊട്ടേ, ചെറുപ്പം തൊട്ടേ എനിക്ക് മിച്ചറിനോട് എന്തെന്നില്ലാത്ത ക്രൈസാണ്. അത് ഈ നാട്ടിലെ ഈ മിച്ചർ മാത്രമല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നംകീൻ കുറച്ച് സാധനങ്ങളുണ്ട്. ഭുജിയ എന്ന് പറയാം. അതിൽ തന്നെ ഭുജിയയിൽ തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ആലു ഭുജിയ ഉണ്ട്, പിന്നെ പ്ലെയിൻ ഭുജിയ ഉണ്ട്, പിന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട് ഒരു സാധനം വരുന്ന ഒരു ഭുജിയ ഉണ്ട്. പിന്നെ വേറെ 1-2 എണ്ണം ഉണ്ട്. അതിന്റെ പേരൊക്കെ ഞാൻ മറന്നു. കവറുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കവർ എന്താണ് ഞാൻ സാധാരണ കടയിൽ പോയി എടുക്കുന്നത്. പേരൊന്നും നോക്കത്തില്ല. കവറും അതിന്റെ പടം നോക്കിയാൽ ഇത് തന്നെ സാധനം അങ്ങനെ എടുത്തോണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം ഫോണിൽ തോണ്ടുന്നു, മൂവി കാണുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കറിയാം. അങ്ങനെയാണ് ഇതെനിക്ക് വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് വയ്യ. എനിക്ക് ദൈവമേ നന്ദിയുണ്ട് ദൈവമേ. ഓ മൈ ഗോഷ്. ജിലേബി. അപ്പൊ ഈ ജിലേബിയുടെ കാര്യം പറഞ്ഞത് നമ്മൾ ഇതുവരെ എത്തിയത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ജിലേബി തിന്നാണ്. അത് ജിലേബി എങ്ങനത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വികാസ് ബാബുലൊക്കെ പോയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ലൈവായിട്ട് ഈ പറയുന്ന സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില ടൈമിൽ ഈ ഉത്സവപ്പറമ്പുകളിലും ഒക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അത് ഈ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനമാണ്. മറ്റേ കുഴൽ പോലെ ഇങ്ങനെ അത് ലൈവായിട്ട് നമുക്ക് ചുട്ടു തരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളത് ലൈവായിട്ട് വാങ്ങിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഈ വികാസ് ബാബു സ്വീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഈ പറഞ്ഞ സ്വീറ്റ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തിന്നായിട്ട് നല്ല ഒരു ചെറിയ യെല്ലോയിഷ് ഓറഞ്ചോ അല്ല യെല്ലോ അല്ലാത്തൊരു കളറിലായിരിക്കും ആ ജിലേബി ഉണ്ടാവുന്നത്. അപ്പൊ അത് ഭയങ്കര ക്രിസ്പിയാണ്. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ നല്ല കുറുമുറ ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഈ ഒരു സിറപ്പ്, ആ ഷുഗർ സിറപ്പ് മറ്റേ ജ്യൂസി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താ പൊന്നെ, സ്വർഗം മാമാ സ്വർഗം. അപ്പൊ ആ സാധനം തിന്നണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നടന്നില്ല. കഴക്കൂട്ടത്ത് ഒരു വികാസ് ബാബു ഉണ്ടായിരുന്നു. അവിടെ പോകണമെന്ന് പറഞ്ഞ് പോയപ്പം അവിടെ ആ ഷോപ്പില്ല. ആക്ച്വലി ദാറ്റ്സ് ക്ലോസ്. അപ്പം എനിക്ക് അതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അത് കഴിക്കണം, അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോഴാണ് ഇതെനിക്ക് ഓർഡർ ചെയ്ത സാധനം എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഇപ്പൊ തന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ 5 കിലോ കൂടി. ഇനിയിപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു മറ്റൊരു വിപ്പക്കുറ്റിയായിട്ടായിരിക്കും പോകുന്നത്. എനിവേ, ഇന്നത്തെ അൺബോക്സിങ് ഇതൊക്കെയായിരുന്നു ഗൈസ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ബോക്സിൽ നിന്ന് തുറന്നെടുത്തിരിക്കുന്നത്. എനിവേ, ഐ എം ഗ്ലാഡ് ഫോർ ദിസ്. താങ്ക് യു സോ മച്ച് പാപ്പു. ഐ ലവ് യു. അപ്പൊ ശരിയെന്നാ, ഞാനെങ്കിൽ ഇതൊക്കെ പോയി തിന്നട്ടെ. നിങ്ങൾ കൊതിയെ കൂട്ട് അവിടെ ഇരുന്നു. അപ്പൊ അടുത്ത വെറുപ്പിക്കൽ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ എം റിക്വസ്റ്റിംഗ് ടു യു ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കാരണം അതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾ ഇടുന്ന ഒരു കമന്റ് അത് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കും. മറ്റേ വൈകി സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഞാനിങ്ങനെ നോക്കും ആരെങ്കിലും ലൈക്ക് ചെയ്തോ, ആരെങ്കിലും കമന്റ് ചെയ്തെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ലൈക്ക് കമന്റ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ യൂട്യൂബിൽ ഭയങ്കര സ്ലോ ആണ്. അതൊക്കെ കിട്ടി തുടങ്ങാൻ നല്ല ഡിലേ ആണ്, എനിക്കറിയാം. ലാഗാണ്, ടൈം എടുക്കും എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എന്റെ പരിചയത്തിലുള്ള എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന അവരോടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് നിങ്ങളുടെ സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക എനിക്ക്. പിന്നെ എന്താണ്, അടുത്ത കണ്ടന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വെയിറ്റിംഗ് ആണ്. സോ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. Signing off by Revati. Bye. Take care.